ആളുകൾ ചോദിക്കും, വർഗീസിൻ്റെ 5 മക്കളുണ്ടല്ലോ, എവരെങ്ങനെയാണ് ദൈവവേലക്കാരായ? ഞാനും എൻ്റെ ഭാര്യയും ഉറങ്ങുന്നതിന് മുമ്പ് 2 പേരും കൂടെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 2 പ്രാർത്ഥനയുണ്ട്. വൈകുന്നേരം മക്കളുണ്ടെങ്കിൽ, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 പ്രാർത്ഥനയുണ്ട്. ഒന്ന് എല്ലാവരും കൂടെ ഒരു കുടുംബ പ്രാർത്ഥന, ഒരിക്കലും മുടക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കട്ടിലേ പോയിരുന്ന് വെച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. മത്തായി 18:19 എടുക്കണമെന്നില്ല. നിങ്ങളിൽ ആരെങ്കിലും 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് പ്രാർത്ഥിച്ചാൽ, സ്വർഗസ്ഥനായ ദൈവം അത് സാധിച്ചു തരും. എഴുതിയെടുത്തോ. ഐകമത്യം ഉണ്ടാകുമ്പോഴല്ല, ഉണ്ടാക്കിയെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നലെ പ്രാർത്ഥിച്ചു, ഇന്നലെ രാവിലെ പ്രാർത്ഥിച്ചു, മിനിഞ്ഞാന്ന് രാവിലെ പ്രാർത്ഥിച്ചു, വൈകിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഓരോ മക്കളുടെയും, ഞങ്ങളുടെ മക്കൾ ആരും ഞങ്ങളുടെ കൂടിയില്ല, ഞാനും ലില്ലിയും മാത്രമേ, ഞങ്ങളുടെ വീട്ടിലൊരു വേലക്കാർ പോലും. എങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭവിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാൻ, നീഷൽ, നീൽ, ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ഐക്യതയോടെ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളാരും പിഴയാവാതിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഒരു ഉപദേശം തരികയാണ്. കല്യാണം കഴിച്ചവരൊക്കെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് കൈ കോർത്ത് പിടിച്ച് ഉറങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം.